എന്തുകൊണ്ടാണെന്നറിയാമോ? കടന്നു വരുന്ന ജനങ്ങൾ അത്ര ഭാരത്തോടെ വരുന്നത്. അവർക്ക് ദൈവദാസൻ അതനുസരിച്ച് കൊടുത്തെങ്കിലേ അവരെ ഒരു ആശ്വാസം കണ്ടെത്തുള്ളൂ. അല്ലേ? വന്ന് ഇരുന്നിട്ട് നമ്മൾ കൈയടിച്ചു പോകുന്നതല്ല വിഷയം. വചനം ഉള്ളിൽ കയറി. വചനം ജീവനുള്ളതാണ്. അല്ലേ? ആദ്യം വചനം ഉണ്ടായിരുന്നു, ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമാണ്. അല്ലേ? നമ്മുടെ ഓരോ വചനവും ഹൃദയത്തെ സ്പർശിക്കും. അല്ലേ? തൊടും. ഒന്നില്ല ഒന്ന്. ഒരു വചനം ഒരാളിനോട് പറഞ്ഞു വെക്കേ, അവൻ ഇന്നില്ല നാളെ പറയും. പക്ഷെ അന്ന് എന്നോട് സുശേഷം പറഞ്ഞില്ലേ, ഞാനിന്ന് രക്ഷയുടെ അനുഭവത്തിലാണ്. കാരണം വചനം ജീവിപ്പിക്കുന്ന. നമ്മുടെ വീടിന്റെ 3ാമത്തെ വീട് കാപ്പിപ്പൊടി ജോയി എന്ന് പറയും, ചെക്കാലത്തെ. ഇപ്പൊ പുള്ളി നമ്മളെ താഴെ പാസ്റ്ററോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ആത്മാവിന്റെ വില ഈ ഭൂലോകത്തെ കഴിഞ്ഞ് വിലയേറിയത്. അല്ലേ? അപ്പൊ ഒരു ആത്മാവിനെ നേടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒത്തിരി പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സന്തോഷം. ഇപ്പൊ ദൈവം മാനിക്കുന്നുണ്ട്. വചനം ഒന്നും വിതച്ചാൽ ഒന്നും അത് പാഴായി പോകത്തില്ല. വിത്ത് പോവും, പക്ഷെ വചനം പോകത്തില്ല. അത് ജീവനുള്ളതാണ്.